ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ഏതാ? ഒറ്റയെല്ലൊരു ജീവിയും അല്ലെങ്കിൽ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് നമ്മുടെ മറ്റ് സസ്യങ്ങൾ, ആതിഥേയ സസ്യങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറച്ച് തരം സസ്യങ്ങളുണ്ട്, കുറച്ച് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം അത് ക്ലാസിഫൈ ചെയ്തത് മെയിനായിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് നോക്കടാ. ആദ്യത്തെ ടൈപ്പ് ഏതായിരിക്കും? ആദ്യത്തെ ടൈപ്പ് ഏതാ? എപ്പിഫൈറ്റുകൾ അല്ലെങ്കിൽ എപ്പിഫൈറ്റ്സ് ആണ് ഫസ്റ്റ് ടൈപ്പ്. എന്താ എപ്പിഫൈറ്റ്സ്? ദ പ്ലാന്റ് ദാറ്റ് ഗ്രോ ഓൺ അനദർ പ്ലാന്റ്. എന്താണ്? മറ്റ് സസ്യങ്ങളിൽ വളരും, മറ്റ് സസ്യത്തിലാണ് വളരുക. പക്ഷെ എന്താ ചെയ്യുക? വളരാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യുള്ളൂ? മറ്റ് സസ്യത്തെ ആശ്രയിക്കുള്ളൂ. മറ്റ് സസ്യത്തിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? പടർന്ന് കയറി വളരും. എന്നാൽ എന്ത് ചെയ്യൂല? അതിൻ്റെ ന്യൂട്രിയൻസോ ഒന്നും എന്ത് ചെയ്യൂല, അതിൻ്റെ ഭക്ഷണമോ പോഷകങ്ങളോ ഒന്നും എന്ത് ചെയ്യൂല, വലിച്ചെടുക്കൂല. ആ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കൂല. അങ്ങനത്തെ ഉള്ള സസ്യത്തെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിഫൈറ്റുകൾ എന്ന് പറയുക. എന്താ പറഞ്ഞത്? പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഓൺ അനദർ പ്ലാന്റ്. എന്താ പറഞ്ഞത്? അനദർ പ്ലാന്റിലാണ് എന്ത് ചെയ്യുക? മറ്റൊരു അനദർ പ്ലാന്റിൽ വളരുന്നു. ബട്ട് ഡു നോട്ട് റിസീവ് ന്യൂട്രിയൻസ് ഫ്രം ദാറ്റ് പ്ലാന്റ്. എന്ത് ചെയ്യൂല? ഡു നോട്ട് റിസീവ് ന്യൂട്രിയൻസ് ഫ്രം ദ അതർ പ്ലാന്റ്. ആ പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യൂല? ന്യൂട്രിയൻസ് റിസീവ് ചെയ്യൂല. മറ്റൊരു ചെടിയിൽ വളരുന്നതും എന്നാൽ ആ ചെടിയിൽ നിന്നുള്ള പോഷകങ്ങൾ സ്വീകരിക്കാത്തതുമായ സസ്യങ്ങളെ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. എന്താണ്? മറ്റൊരു ചെടിയിൽ വളരുകയും എന്നാൽ ആ ചെടിയിൽ നിന്നുള്ള പോഷകങ്ങൾ സ്വീകരിക്കാത്തതുമായ സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? എപ്പിഫൈറ്റുകൾ എന്ന് പറയുക. അപ്പോൾ എപ്പിഫൈറ്റുകൾ നമ്മൾ ഫസ്റ്റ് ടൈപ്പായി. അപ്പോൾ എപ്പിഫൈറ്റുകൾക്ക് 2 എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ സസ്യങ്ങൾ മുകളിൽ കാണുന്ന മരവാഴ അല്ലെങ്കിൽ വാണ്ട എന്ന് പറയും, അല്ലെങ്കിൽ ഓർക്കിഡ്സ് ഒക്കെ എന്താണ് നമ്മുടെ എന്തിനു ഉദാഹരണമാണ്? എക്സാമ്പിളാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിളാണ് ഇവർ 2 ആൾക്കാരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് പോവാണ്. അടുത്ത ടൈപ്പാണ് സെമി പാരസൈറ്റ്സ് അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ. എന്താണ്? സെമി പാരസൈറ്റ്സ് അല്ലെങ്കിൽ അർദ്ധപരാതങ്ങൾ. എന്താ? പ്ലാന്റ് ദാറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ ഫുഡ് ബൈ അബ്സോർബിങ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ഈസ് കോൾഡ് സെമി പാരസൈറ്റ്. എന്താ ചെയ്യണത്? മറ്റൊരു സസ്യത്തിൽ വളരും ചെയ്യും, അവിടുന്ന് വെള്ളവും ന്യൂട്രിയൻസും വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. വലിച്ചെടുത്തിട്ട് സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്ത്? സെമി പാരസൈറ്റ്സ്. ആതിഥേയ സസ്യത്തിൽ നിന്നുള്ള വെള്ളവും ധാതുക്കളും ആഗിരണം ചെയ്ത് സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുന്ന സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നു. പരാത സസ്യങ്ങൾ അല്ലെങ്കിൽ പരാതങ്ങൾ എന്ത് ചെയ്യും എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. സെമി പാരസൈറ്റ്സ് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് അവർ ഭക്ഷണം ഉണ്ടാക്കും, പക്ഷേ എന്ത് ചെയ്യും? ജലവും ലവണമൊക്കെ മറ്റേ ആതിഥേയ സസ്യത്തിൽ നിന്നാണ് എന്ത് ചെയ്യുക? പിടിച്ച് ന്യൂട്രിയൻസ് പോഷകങ്ങളൊക്കെ എന്ത് ചെയ്യുക? വലിച്ചെടുക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഫസ്റ്റ് ടൈപ്പ്. അപ്പം നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? എപ്പിഫൈറ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് മരവാഴയും ഓർക്കിഡും നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞു. അപ്പോൾ അതേപോലെ സെമി പാരസൈറ്റ്സ് അല്ല അർദ്ധപരാതത്തിൻ്റെ എക്സാമ്പിളാണ് ആര്? ഇത്തിൽ കണ്ണി അല്ലെങ്കിൽ ലൊറാന്തസ് എന്ന് പറയും. ഇത്തിൽ കണ്ണിയാണ്. ഇത്തിൽ കണ്ണീൻ്റെ വേരുകൾ മറ്റൊരു സസ്യത്തിൻ്റെ ഉള്ളിലുണ്ട്. അവിടുന്ന് എന്ത് ചെയ്യും? ആവശ്യത്തിന് ഫുഡ് ഉണ്ടാക്കാനുള്ള ആവശ്യത്തിനുള്ള സാധനം വലിച്ചെടുക്കും. ഓക്കെ. അടുത്തത് 3ാമത്തെ ടൈപ്പ്, അവസാനത്തെ ടൈപ്പ് പൂർണ്ണ പരാതങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ്സ്. എന്താണ്? ടോട്ടൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ പൂർണ്ണ പരാതങ്ങൾ. എന്താ? പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം എ ഹോസ്റ്റ് പ്ലാന്റ് ആർ കോൾഡ് ടോട്ടൽ പാരസൈറ്റ്സ്. എന്താണ്? പൂർണ്ണമായിട്ടും ഭക്ഷണം എന്ത് ചെയ്യും? വലിച്ചെടുക്കും. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കില്ല, എന്ത് ചെയ്യും? ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? ശരിക്കും പൂർണ്ണ പരാതങ്ങൾ അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ്സ് എന്ത് ചെയ്യും? ആതിഥേയ സസ്യത്തിനെ, ഹോസ്റ്റ് പ്ലാന്റിനെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ് ചെയ്യും. ഒരു ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്ന സസ്യങ്ങളെ പൂർണ്ണ പരാതങ്ങൾ എന്താണ്? ടോട്ടൽ പാരസൈറ്റ്സ് അല്ലെങ്കിൽ പൂർണ്ണ പരാതങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? ഓർക്കിഡും മരവാഴയും എപ്പിഫൈറ്റുകൾക്ക് എക്സാമ്പിളാണ്. ഇത്തിൽ കണ്ണി അർദ്ധപരാതം അല്ലെങ്കിൽ സെമി പാരസൈറ്റിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞപ്പം നമ്മൾ ടോട്ടൽ പാരസൈറ്റ് അല്ലെങ്കിൽ പൂർണ്ണ പരാതത്തിന് എക്സാമ്പിൾ ആരാ? മൂടില്ലാത്താളി അല്ലെങ്കിൽ കസ്കട്ട അല്ലെങ്കിൽ മൂടില്ലാത്താളിയാണ് എന്തിന് എക്സാമ്പിൾ? നമ്മുടെ ടോട്ടൽ പാരസൈറ്റ് അല്ലെങ്കിൽ പൂർണ്ണ പരാതത്തിന് എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ പോർഷൻസ് എന്ത് ചെയ്യണം മക്കൾ? ഒന്ന് ഓർമ്മിച്ച് വെക്കണം, പഠിക്കണം. ഓക്കെ, ബൈ.